അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് സിറ്റ് ഔട്ടിൽ അഗ്ലോണിമ വെച്ചതിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. സിറ്റ് ഔട്ടിൽ അഗ്ലോണിമകൾ പല കളറും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ വിമർശനങ്ങളും നിങ്ങളെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ പ്രത്യേകിച്ച് പറയാനുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്താൽ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ ഒരുപാട് ആളിലേക്ക് എത്താൻ അതൊരു സഹായമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാനിവിടെ ഈ താഴ്ഭാഗത്ത് നമ്മൾ സിറ്റ് ഔട്ടിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇത് ബിഗോണിയാണ് കേട്ടത്. ബിഗോണിയ നമ്മൾ ഒരു ഇന്നർ ചട്ടിയിൽ ഈ ഇൻഡോർ വെക്കണ ഒരു പോട്ടുണ്ടല്ലോ, അതിനൊരു ഇന്നറായിട്ടൊരു ബ്ലാക്ക് പോട്ടും പിന്നെ ഔട്ടറായിട്ടൊരു വൈറ്റ് പോട്ടുമാണ് ഇതിന് വരുന്നത് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിങ്ങനത്തെ ഈ പോട്ടിൽ ഇതിങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു വെള്ള ചട്ടി ഒരു കറുത്തൊരു പ്രതത്തിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഒക്കെ ഒരു പ്രത്യേക ഒരു ഫീലാണ് കാണാൻ കേട്ടോ. അതുപോലെ തന്നെ ഈ ചെടികൾ നമ്മൾ ഇത് എല്ലാം ഇവിടെ എല്ലാ ഇതൊന്നുമില്ല, നമ്മൾ കുറച്ച് ചെടികൾ മാത്രമാണ് ഇവിടെ ഈ സിറ്റ് ഔട്ടിലായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അത് ഇതൊരു ചേമ്പിൻ്റെ ഒരു പച്ചമ്മ വെള്ള കളറാണ് കേട്ടോ. അതിപ്പോൾ കുറച്ച് കളറ് മാറിയിട്ടുണ്ട്. ആദ്യം നല്ല വെള്ള വൈറ്റ് കളറായിരുന്നത്. പിന്നെ തൈകളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, ചെറിയ തൈകൾ പിന്നെ പച്ച ഇലയായിട്ടാണ്. ഇനി അത് കുറച്ച് വലുതാകുമ്പോൾ അത് കളറ് ചേഞ്ച് ആവും കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ സി പ്ലാന്റ് ഇതും നമ്മളവിടെ അങ്ങനെ വെച്ചിട്ടുള്ളത് ബ്ലാക്കാണ് കേട്ടോ. ഇല്ല, ഗ്രീനും ഉണ്ട് നമ്മളടുത്ത്. ഈ ബ്ലാക്കിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലീഫ് ആദ്യം ഉണ്ടാകുന്ന ലീഫ് ഇത് പച്ച കളറായി കാരണം. പിന്നെ അത് കുറേ ഇങ്ങനെ ഇല മൂത്ത് വരുമ്പോഴാണ് ഇത് ബ്ലാക്ക് കളർക്ക് ഇത് മാറുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഉണ്ടാക്കിയൊരു ചെടീൻ്റെ ഒരു ഇതിങ്ങനെ ഫീലാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പിടിച്ച് നുള്ളിയൊക്കെ അതിൻ്റെ ഇല പൊട്ടിച്ചൊക്കെ. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുമ്പോൾ അത് പ്ലാസ്റ്റിക് ആണോ എന്ന് നോക്കണൊരു പ്രവണത ഉണ്ട് ആൾക്കാർക്ക്. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പ്ലാസ്റ്റിക്കാന്ന് എഴുതിയിട്ട് ഒരുപാട് ഇലകൾ ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെ പ്ലാസ്റ്റിക് ആണോ എന്ന് നോക്കുക. പിന്നെ ഇതിൻ്റെ ഇല പൊട്ടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പുതിയ തൈകൾ ഉണ്ടാക്കട്ടോ. ഇവിടെ ഈ ഇത്രയും മണ്ണ് ഇവിടെ ഇല എടുക്കുക, ഇത്രയും മണ്ണ് താഴ്ത്തിയിട്ട് നമുക്ക് താഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു പുതിയൊരു തൈയാക്കി എടുക്കാം. പക്ഷെ ഒരുപാട് കാലം പിടിക്കും കേട്ടോ അതൊരു വലിയൊരു തൈയായി കിട്ടാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു മാസമാറിൻ്റെ ഒരു ചെടിയാണ് കേട്ടോ. ഇത് നമ്മൾ പുറത്ത് വെച്ചാലാണ് ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കളറ് നമുക്ക് കിട്ടുക കേട്ടോ. ഇത് അപ്പോൾ നമ്മൾ ഇത് ഈ ഉള്ളിൽ വെക്കുമ്പോൾ അതിൻ്റെ അത്ര ഒരു ഭംഗി നമുക്ക് കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാം ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വളർച്ച കിട്ടണമെങ്കിൽ നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെക്കണം കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇത് ഓർക്കിഡാണ് കേട്ടോ. ഓർക്കിഡ് നല്ല കളറാണ്, നല്ല ഭംഗിയുള്ളൊരു ഇത് ഒരുപാട് ദിവസം നിൽക്കും കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 2 മാസമായി. ഇനി ഒരു 3 മാസമൊക്കെ ഇതേമാതിരി ഒരു കേടും കൂടാതെ നിൽക്കും കേട്ടോ. അപ്പോൾ ഓർക്കിഡിനുള്ളൊരു പ്രത്യേകത അതാണ്. സംഭവം ഈ ഓർക്കിഡ് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണെങ്കിൽ നമുക്ക് പൂവ് ഒരുപാട് കാലം നിൽക്കും. അതാണ് നമുക്കൊരു ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മളിവിടെ ഈ കാർ പോർച്ചിലിങ്ങനെ ഇവിടെ അഗ്ലോണിമ യൂഫോർബിയ അല്ല ബിഗോണിയ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്താണ് നമ്മളിതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആ ഭാഗത്ത് കാർ പോർച്ചിൽ ഏകദേശം ഒരു കാറ് നിർത്തിയിടാനുള്ള സ്ഥലത്ത് നമ്മൾ ഈ ചെടികളാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നാൽ ഈ ഒരു വലിയൊരു ചട്ടിയിൽ നമ്മൾ വേറൊരു ചെറിയൊരു പുല്ലിൻ്റെ മാതിരി ഇതാണ് വെച്ചിരുന്നത് കേട്ടോ.
അപ്പോൾ അതിലിങ്ങനെ ചെറിയ കട്ടിങ് ഒരു ഇതിൻ്റെ അങ്ങനെ വീണതാണ് ഒരു മണി പ്ലാന്റിൻ്റെ കേട്ടോ. അപ്പോൾ അത് അവരാണ്ട് കൈ അടക്കി വേണ്ടില്ല. ഇപ്പോൾ നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതല്ല ഇതിൽ നട്ടില്ല. ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് അതിൽ ആ ചട്ടിയിൽ അങ്ങനെ പെട്ടതാണ്. അപ്പോൾ അത് അങ്ങനെയുണ്ട് വലുതായി ഇപ്പോൾ അത് ഇതിൽ നിറഞ്ഞ് ഇങ്ങനെ ഉണ്ടാവൽ തുടങ്ങി കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഇതിൽ നിന്നിപ്പോൾ അത് മാറ്റേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നിറച്ച് നല്ല ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട്. വലിയൊരു ചട്ടീന് മെനക്കെടുത്തുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട് കേട്ടോ. ഈ ഒരു ഈ ഒരു പനൻ്റെ വേണ്ടിയില്ലേ, ഇത് നല്ല ഉഷാറായിട്ട് ഇത് ഇനിയിപ്പോൾ ഒന്ന് വലിയൊരു ചട്ടിക്ക് ഇത് മാറ്റണം. ഇത് വേണ്ടിയില്ല. ഇത് ഇപ്പോൾ നമ്മൾ ഇത്രയെങ്കിലും ഇത് മണ്ണുണ്ടെങ്കിൽ നമുക്ക് ഇത്ര മണ്ണ് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു തൈകൾ പുതിയത് കിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു കവുങ്ങിൻ്റെ പാളൻ്റെ മാതിരിയാണ് കേട്ടോ. ഇത് ഉണങ്ങി അങ്ങനെയാണ് പിടിച്ചാലും ഇങ്ങനെയാണ് പോരുന്നത്. ഇത് വൃത്തിയാക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുണ്ടല്ലേ, ഇതൊക്കെ ഇപ്പോൾ അങ്ങനെ പോരുന്നതാണ്. അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടാണ് അത് കിട്ടാത്തത് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തു നിന്ന് വലിച്ചാൽ അതും പോരും. ഇങ്ങനെ നമുക്ക് ചെറിയ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ പോകുന്ന നല്ല നല്ല ഭംഗിയായിട്ട് ഇത് നിർത്താം കേട്ടോ. ഇത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അല്ലാതെ വലുതാവില്ല. ഇത് നിലത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നിന്നതുകൊണ്ടാണ് നമുക്ക് തൈ എടുക്കാൻ പറ്റുക. ഇത് ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ തൈ ആക്കിയത് വേണമെങ്കിൽ ചട്ടിക്ക് മാറ്റാം. അപ്പോൾ അതൊന്ന് നോക്കണം എന്നുണ്ട്. ഒരു തൈ ഇതാക്കി എടുക്കണം. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ കളറും ഇലയൊക്കെ നമുക്ക് വീടിൻ്റെ ഒരു ഉമ്മർത്തിങ്ങനെ വെച്ചാൽ സിറ്റ് ഔട്ടിൻ്റെ മുന്നിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ചുവപ്പ് കളറുണ്ട്. തണ്ടിന് ചുവപ്പ് കളറ്, പിന്നെ മരത്തിനോ ചുവപ്പ് കളറുള്ളതുണ്ട്. അത് പെട്ടെന്ന് കണ്ട് വളർന്ന് അതൊരു കൂട്ടായി നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള വളർച്ച കേട്ടോ. അതേമാതിരി ബിഗോണിയ നമ്മളിവിടെ കണ്ടില്ല, ബിഗോണിയ ഒരേ സൈസിൽ പല ബിഗോണിയല്ല കേട്ടോ, അഗ്ലോണിമ ഒരേ കളറുള്ള ഒരേ ഭാഗത്തും അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഈ സിറ്റ് ഔട്ടിലല്ല കാർ പോർച്ചിൽ ഇത് വെച്ചിട്ടുള്ളത് നമുക്ക് ഈ വെയിൽ കൊള്ളാൻ പറ്റാത്ത അധികം വെയിൽ കൊള്ളാൻ പറ്റാത്ത ചെടികളാണ് നമ്മൾ ഈ പോർച്ചിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ കുറഞ്ഞ വെയിൽ ഇപ്പോൾ സൂര്യപ്രകാശം കിട്ടിയാൽ തന്നെ വളരുന്ന ചെടികളായതുകൊണ്ടാണ് നമ്മളിവിടെ സിറ്റ് ഔട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ വെയിലത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കളറ് മാറും. അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജാതി ഒരു കളറായിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ ഇതൊക്കെ ഇത് പുഴുക്കൾ തിന്നതല്ല കേട്ടോ. അത് ഉണങ്ങി പിന്നെ അതിങ്ങനെ പൊടിഞ്ഞു പോയതാണ്. നമ്മളെടുത്ത് വെയിലത്ത് വെച്ചിട്ട് അങ്ങനെ ആയതാണ്. നമ്മളെടുത്ത് അതിപ്പോൾ അങ്ങനെ ഈ പുഴുക്കൾ തിന്നാണ്. ഇത് പുഴുക്കളൊന്നും തിന്നാത്തൊരു ചെടിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തൈകളാക്കിയെടുക്കാം കേട്ടോ. ഒരു മരത്തിന് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ നല്ല പടർന്ന് ഉണ്ടാവും ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പെൻസിൽ പാമ്പുണ്ട് കേട്ടോ. ഈ പെൻസിൽ പാമ്പ് എന്ന് പറഞ്ഞാൽ കാണാൻ നല്ലൊരു ഭംഗിയാണ്. പക്ഷേ ഇത് തീരെ ഒരു ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഒന്നിങ്ങനെ നമ്മൾ നക്കിയിട്ടിങ്ങനെ നങ്ങണ ഒരു തീരെ പാമ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബലമുള്ളൊരു മുളൻ്റെ ഇതാണല്ലോ ഇപ്പോൾ നമ്മൾ വിചാരിക്കുക. തീരെ ബലമില്ലാത്തതും പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഒരു സസ്യമാണ് കേട്ടോ അത്. പിന്നെ ഇവിടെ കാശിത്തുമ്പുണ്ട്, CC പ്ലാന്റ് ഗ്രീന് കളറുണ്ട്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. പുഴുക്കൾ തിന്ന മാതിരിയാണത്. പക്ഷേ അത് പുഴുക്കൾ തിന്നൊന്നുമില്ല, ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഓട്ടകൾ തന്നെയാണ് കേട്ടത്. അതേമാതിരി അവിടെ അഗ്ലോണിമുണ്ട്. പിന്നെ ഈ ചെടി നമുക്ക് കുറേ കാലമായിട്ട് പൂ കിട്ടുന്നില്ല കേട്ടോ. ഇത് കാണാൻ നല്ലൊരു ഭംഗിയുള്ള പൂക്കളാണിത്. ഇതിൻ്റെ നല്ല മഞ്ഞുള്ള പൂക്കളുണ്ടായിരുന്നു. പിന്നെ ആ ഭാഗത്ത് ഇതൊക്കെ നമ്മൾ പല ചെടികൾ ചിലതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് നമുക്ക് അത് കാണാത്തൊരു സ്ഥിതിയിലാണ് കേട്ടോ.
എല്ലാം നമ്മൾ കാണുന്ന സ്ഥലത്തേക്ക് നമുക്ക് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇതായിട്ടുള്ളത്. ഇതിൽ നമ്മൾ അപ്പുറത്ത് കാണിച്ചൊരു ചെടിയാണ് കേട്ടോ. ഇത് നമ്മളൊരു പിന്നെ മരത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു മരം ഇങ്ങനെ മരത്തിലിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആ മരത്തുമ്മേൽ അതിങ്ങനെ പറ്റി പിടിച്ച് മരത്തിനൊരു പെയിൻറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ പറ്റി പിടിച്ചത് കണ്ടില്ലേ ഉണ്ടാവുന്നുണ്ട്. നല്ലൊരു സൂര്യപ്രകാശത്തിൻ്റെ എടുക്കാതെ വെച്ചാൽ ആ ഭാഗത്തേക്ക് ഇങ്ങനെ വളരുകയാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ വെക്കുക. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ശല്യം ഇല്ലാതെ കൂടെ നടന്നു പോകട്ടോ. ഈ ഒരു ചേമ്പ് കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഇലക്ക് ഇങ്ങനെ ഒരു കളറുണ്ട് കേട്ടോ. ഒരു പിന്നെ മഞ്ഞ കളറ്, പിന്നെ ഒരു ഗ്രീന്, ഒരു ലൈറ്റ് ഗ്രീന്, അങ്ങനെ പല കളറായിട്ടാണ് ഇതിൻ്റെ തന്നെ. നല്ല ഒരുപാട് തൈകളും ഇതുണ്ടായിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ലൊരു ഭംഗിയാണിത്. അടിയിൽ ഇതിൻ്റെ വിത്ത് ഉണ്ടാവുമോയെന്നൊന്നും നമ്മളിതുവരെ നോക്കിയിട്ടില്ല. ചെറിയ തൈകളാവും ഇങ്ങനെ പൊട്ടി മുളച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ തന്നെ ആവും ഇത് ഉണ്ടാവുക. കാണാൻ നല്ല ഭംഗിയുള്ളൊരു പിന്നെ ചേമ്പാണിത്. ഇൻഡോറാക്കി വേണമെങ്കിൽ വെക്കാം കേട്ടോ. നല്ല രസമുണ്ടാവും ഇൻഡോറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. ഇത് ഇനിയിപ്പോൾ നമുക്ക് അവിടെ നിന്ന് മാറ്റിയിട്ട് ഒരു ഇൻഡോർ ആക്കണം എന്നുള്ളൊരു പ്ലാൻ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നല്ലൊരു പിന്നെ ഇന്നർ പിന്നെ ഔട്ടർ ചട്ടി, ഒരു ഔട്ടർ പോട്ട് പിന്നെ വൈറ്റ് കളറുള്ളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. നമുക്ക് ഇൻഡോർ ആക്കിയിട്ട് കേടുവരൊന്നുമില്ല കേട്ടോ. ഇത് തണൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണത്. നമ്മൾ സാധാ പിന്നെ കഴിക്കണ ചേമ്പിൻ്റെ മാതിരി ഒന്നുമല്ല കേട്ടോ അതിൻ്റെ കുറച്ച്. പിന്നെ ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇതൊരുപാട് പിന്നെ ഒരുപാട് ദിവസമായിട്ട് ഇതിങ്ങനെ പിന്നെ ഇലയൊക്കെ പറ്റ പൊഴിഞ്ഞിങ്ങനെ ഉണ്ടാവുകയായിരുന്നു കേട്ടോ, നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീണ്ടും അത് ഇങ്ങനെ ഇത് നന്നാവുന്നുണ്ട്. അത് ഒരു കാലം കൊണ്ട് എൻ്റെ ഒരു സീസൺ ആകുമ്പോൾ അതിൻ്റെ ഇല അങ്ങോട്ട് പൊഴിഞ്ഞ് പോകും കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് നല്ല ഗ്രീന് കളറാണ് ഇതിൻ്റെ പിന്നെ ഇതിലെ നല്ല ഗ്രീൻ കളറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് ഇപ്പോൾ കട്ട് ചെയ്താണ് കേട്ടോ. ഇത് കണ്ടില്ല, ഇവിടെയൊക്കെ കട്ട് ചെയ്ത് ഇതൊക്കെ ഇപ്പോൾ പുതിയ തൈകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ പിന്നെ ഇതുപോലുള്ള വലിയ മരമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതാണ്ട് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ തൈകൾ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഈ അഗ്ലോണിയമൊക്കെ നമ്മൾ ഈ സിറ്റ് ഔട്ടിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അഗ്ലോണിയം സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഇതിന് വലിയൊരു പിന്നെ സൂര്യപ്രകാശമൊന്നും തട്ടാതെ നമുക്ക് ഇടയിൽ നടക്കാനുള്ളൊരു വഴി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ഈ അപ്പുറത്ത് നമ്മൾ കാറ് നിർത്തിയിട്ട് അതിൻ്റെ അപ്പുറത്തും അവിടെ ഓരോ വഴികളാണുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 2 കാറ് നിർത്തിടാൻ പറ്റിയൊരു പിന്നെ പോർച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാറിന് ഉള്ള സ്ഥലത്താണ് നമ്മളിത് ഈ പിന്നെ ചെടികൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചെടികൾ പിന്നെ സെറ്റ് ചെയ്ത് പറഞ്ഞാൽ പിന്നെ ഇത് നമ്മളിങ്ങനെ അതിൻ്റെ പിന്നെ ഇത് സ്വാഭാവിക വളർച്ച അതിൻ്റെ ഭംഗി കിട്ടണമെങ്കിൽ വെയിൽ കൊള്ളാത്ത ചെടികൾ പിന്നെ തണലിൽ തന്നെ വെക്കും വേണം കേട്ടോ. അതുകൊണ്ടാണ് ഇത് നമ്മളിതിങ്ങനെ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത്രയും നമുക്ക് ആവശ്യമുള്ള ഒരു സ്ഥലമായിട്ട് പോലും അതിൻ്റെ പരിമിതിയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ വെക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഈ ചെടിയൊക്കെ ഇപ്പോൾ ഈ ഒരു സ്വാഭാവിക വളർച്ച കിട്ടണമെങ്കിൽ അതിൻ്റെ ആ ഒരു പിന്നെ ആവാസ വ്യവസ്ഥ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പിന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഈ ഇലൻ്റെ ഈ ഒരു ഭംഗി കിട്ടൂല കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇത് പുറത്ത് വെച്ച ഒരു ദിവസം കൊണ്ടാണ് ഉണങ്ങി പോകട്ടോ. തീരെ ഒരു പ്രതിരോധ ശേഷി ഇല്ലാത്തൊരു ചെടികളാണ് ഈ അഗ്ലോണിമ. നന കൂടാനും പാടില്ല, കുറയാനും പാടില്ല. നമ്മൾ നല്ല കെയർ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ഇതുപോലുള്ള ഭംഗി കിട്ടുള്ളൂ കേട്ടോ. മറ്റേത് നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലയൊന്നും ഇതേമാതിരി കളറ് പിന്നെ കിട്ടില്ല. പിന്നെ ഇലകളൊക്കെ അങ്ങോട്ട് ഉണങ്ങി പോകും കേട്ടോ. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് അറിയാത്തവരാണെങ്കിൽ അത് ശ്രദ്ധിക്കുക കേട്ടോ. വെയിൽ പറ്റാത്ത സ്ഥലത്ത് പിന്നെ കൊള്ളാത്ത തണൽ എന്നാൽ സൂര്യപ്രകാശം വേണതിനും തണൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത് അഗ്ലോണിമ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി വല്ലാതെ നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ
അല്ല ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ നിങ്ങളെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.